എഴുത്ത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവൻ നിലനിർത്തുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന വലിയ ഒരു ഊർജമാണ്. ഇവിടെ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് പറയുന്നത്, ബീന സ്നേഹത്തിൻ്റെ ഒരു കാന്തമാണ്. അതുപോലെ ഒരു സഞ്ചാര സാഹിത്യകാരൻ്റെ ഒരു ശബ്ദധാരാവലിയുമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇവിടെ പറഞ്ഞ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരെല്ലാവരും പറഞ്ഞത് അവർ യാത്ര ചെയ്യും, റഷ്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ബീന കണ്ട റഷ്യ വായിക്കുന്നു എന്നാണ്. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ ബീന സ്നേഹം കൊണ്ട് കാന്തം പോലെ ബീനയുടെ അടുത്തേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബീന സ്നേഹത്തിൻ്റെ ഒരു കാന്തം, സൗഹൃദത്തിൻ്റെ ഒരു കാന്തവും അതുപോലെ സഞ്ചാരത്തിൻ്റെ ഒരു ശബ്ദധാരാവലിയുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബീനയുടെ പ്രായം പറയുന്നതിൽ ബീനയ്ക്ക് വിഷമമുണ്ടോ എന്ന് എനിക്കറിയില്ല. ബീന 60ാം പിറന്നാളൊക്കെ ഭയങ്കര ആഘോഷവും ഗംഭീരമായിട്ട് ആഘോഷിച്ച ആളായതുകൊണ്ട് അതിൽ നാണക്കേടൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 60 വയസ്സിൽ ഒരാൾ 45 വർഷത്തെ എഴുത്ത് ജീവിതം ആഘോഷിക്കുക എന്ന് പറയുന്നത് പോലെ ഒരത്ഭുതം വേറെ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് സാധാരണ ഒരാളിന് സാധിക്കുന്ന ഒരു കാര്യമല്ല അത്. അപ്പോൾ 45 വർഷത്തെ എഴുത്ത് ജീവിതം എന്ന് പറയുമ്പോൾ ബീന ഒരു എഴുത്തുകാരി മാത്രമല്ലല്ലോ, ഒരു സ്ത്രീയാണ്, ഒരമ്മയാണ്, ഇപ്പോൾ ഒരു അമ്മായിയമ്മയാണ്, പിന്നെന്താണ്, ഒരു കുടുംബിനിയാണ്, ഭാര്യയാണ്. ഒരു സ്ത്രീക്ക് എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇത്രയും കഠിനമായ യാതനകളിലൂടെ, കുടുംബജീവിതം ഒരു യാതനയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം അത് ഇച്ചിരി കടുപ്പം തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു കുടുംബജീവിതത്തിനെ ഭംഗിയായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുവിധം സ്വരച്ചേർച്ചയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴും എഴുത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളത് ഒരത്ഭുതം തന്നെയാണ്. ബീനയുടെ ഒരു സ്ഥിരോത്സാഹം ഇല്ലെങ്കിൽ ഒരിക്കലും ബീന അത് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബീനയ്ക്കെന്നല്ല, ഒരു സ്ത്രീക്കും പറ്റില്ല. നമ്മൾ എന്തെല്ലാം സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ്. അപ്പോൾ ബീനയുടെ ഉള്ളിലൊരു ഭ്രാന്തി കുട്ടിയിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ബീനയ്ക്ക് ഇങ്ങനെ ബാലസാഹിത്യ കൃതികൾ എഴുതാൻ പറ്റുന്നത്. കുട്ടികളെന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊക്കെ പേടിയാണ് സത്യം പറഞ്ഞാൽ. ഇവരെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വയ്ക്കുന്ന ഒരു കോഴിമുട്ട പോലെയോ അല്ലെങ്കിൽ തുടച്ചു മിനിക്കിയ ഒരു സ്ഫടികപാത്രം പോലെയോ ഒക്കെ ആണല്ലോ. നമ്മൾ ചെന്ന് അതിലൊന്ന് പിടിച്ചാൽ തന്നെ നമ്മുടെ കൈയുടെ നിഴൽ അതിൽ പിടിക്കും. കയ്യിൽ നിന്ന് താഴേക്ക് പോയാൽ അത് പൊട്ടി തകർന്നു പോകും. നാളെ പിന്നെന്താണ് നമുക്കൊരു ഭാവി? കുട്ടിയിലാണല്ലോ നമ്മുടെ എല്ലാ വിശ്വാസവും, കുട്ടിയിലാണല്ലോ നമ്മുടെ മുഴുവൻ ജീവിതവും, നമ്മുടെ ലോകം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്നേഹം, നമ്മുടെ കരുതൽ ഒക്കെ കുട്ടികളിലാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സാഹിത്യം എഴുതുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ബാലസാഹിത്യം എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ സാഹിത്യമല്ല, അത് ബാലമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, കുറച്ച് കടുപ്പമാണ്. അപ്പോൾ ഞാനിവിടെ ന്യൂജ്യോതി പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു പബ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒരു CBSE സ്കൂളുകൾക്ക് പുസ്തകം ചെയ്യുന്ന ഒരു പബ്ലിക്കേഷനാണ്. അവർക്ക് വേണ്ടി മലയാളം ടെക്സ്റ്റുകൾ ചെയ്തിരുന്നു. അപ്പോൾ 4 മുതൽ അങ്ങോട്ടുള്ള ടെക്സ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആരുടെയെങ്കിലുമൊക്കെ കൃതിയിൽ നിന്ന് കുറച്ച് എടുക്കുക, അവരുടെ അനുവാദം വാങ്ങിക്കുക, നമ്മളത് കൊടുക്കുക. പക്ഷേ LKG കുഴപ്പമില്ല, പടം വരച്ചാൽ മതിയല്ലോ, അതും പ്രശ്നമില്ല. ഈ പടം വരയ്ക്കുക അറിഞ്ഞിട്ട് എന്നാലും നമ്മൾ കുത്തൊക്കെ ഇട്ട് കുറച്ച് അക്ഷരമൊക്കെ പഠിപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള അതായത് UKG 1, 2, 3 ക്ലാസ്സുകളെന്ന് പറയുന്നത് ഇതുപോലെ അധ്വാനിച്ചിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് ആ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് 1ാം ക്ലാസ്, UKG 1ാം ക്ലാസ്, 2ാം ക്ലാസ്സും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ മഹാന്മാരായ എല്ലാ എഴുത്തുകാരും ബാലസാഹിത്യം കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന കുമാരനാശാൻ ആശയഗംഭീരൻ എന്ന് പറഞ്ഞ പിരിയണ മരങ്ങളിൽ നിന്നുടൻ ശരിയായി കളിതീർത്ത നട്ടുവൻ എന്ന് എഴുതിയ ആശാനാണ് ഈ വല്ലിയിൽ നിന്ന് ചെമ്മീൻ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എന്നും എഴുതിയത്. അതാണ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ ഏതോ വഴിയിൽ നമ്മുടെ യാത്രയിൽ ആ കുട്ടിയെ കളയും. കുട്ടി എന്ന് പറയുമ്പോൾ സ്നേഹമാണ്, സഹഭാവമാണ്. ഹിക്കിറ്റ എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരത്തിൽ NS മാധവൻ എഴുതിയിട്ടുണ്ട്, കുട്ടികൾ ജന്മനാ സോഷ്യലിസ്റ്റുകളാണ് എന്നാണ് ആ വാചകം. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ സോഷ്യലിസ്റ്റുകളാണ്. അവർ സമഭാവനയോടുകൂടി മാത്രമാണ് അവർ കാര്യങ്ങൾ കാണുന്നത്. അവർക്ക് അന്യായം സംഭാവന എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ സ്ത്രീ സമത്വമോ സാമ്പത്തിക സമത്വമോ ജാതീയ അസമത്വങ്ങളോ ഒന്നുമല്ല. അവർ ഏറ്റവും ചെറിയ ഉറുമ്പിനെ മുതൽ എല്ലാ മനുഷ്യരെയും എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ കാണുന്നവരാണ് കുട്ടികൾ. അപ്പം ഈ കുട്ടികളെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല.
എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എളുപ്പമാണ്. അത് മാത്രമല്ല അവർ ഭയങ്കര സത്യസന്ധരുമാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു പുസ്തകത്തിനെ അവർക്ക് എടുത്തു മാറ്റി വെക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കൊണ്ട്, അവരെടുത്ത് മാറ്റി വെക്കും. അവർ നമ്മളെ പോലെ കള്ളം പഠിച്ചവരല്ല. നമ്മൾ വെറുതെ പറയുന്നത് പോലെ അയ്യോ ഗംഭീര എഴുത്താണ് എന്ന് പറയത്തില്ല. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ ആ പുസ്തകം മാറ്റി വെക്കും. കാരണം അവരെല്ലാ കാര്യത്തിലും സത്യസന്ധരാണ്. അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ബാലസാഹിത്യകാരിയായി നിൽക്കുക എന്ന് പറയുന്നത് ഒരത്ഭുതമാണ്. ഇന്നിവിടെ പ്രകാശനം ചെയ്ത ഓ മെഹ്റൻ എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ ബീന എഴുതിയിരിക്കുന്ന, അതിന്റെ അവസാനം ബീന എഴുതിയിരിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്, ഇതെന്റെ ഹൃദയമാണ്. ഈ ഒരൊറ്റ സെന്റൻസ് ആണ് ബീന എന്ന ബാലസാഹിത്യകാരി ഇവിടെ നിലനിർത്തുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അമ്മക്കുട്ടിയുടെ ലോകം എന്ന് പറഞ്ഞിട്ട് ബീനയുടെ ഒരു പുസ്തകമുണ്ട്. ഇപ്പോൾ ഒന്നല്ല, അമ്മക്കുട്ടിയുടെ ലോകം, അമ്മക്കുട്ടിയുടെ അത്ഭുതങ്ങൾ, അമ്മക്കുട്ടിയുടെ സ്കൂളിൽ എന്ന് പറഞ്ഞ് 3 പുസ്തകങ്ങൾ, അമ്മക്കുട്ടി സീരീസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ അമ്മക്കുട്ടി എന്ന് പറയുന്നതിന് ബീനയുടെ ഒരു അത്ഭുത സങ്കല്പമാണ്. കാരണം നമ്മുടെ കുട്ടികൾക്ക് കൗതുകങ്ങൾ, ഇപ്പോഴത്തെ കുട്ടികളുടെ കൗതുകങ്ങളല്ല നമ്മുടെ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ, ആ മോടെ കൗതുകമല്ല എൻ്റെ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ കൗതുകം, അതല്ല ഗോപികയുടെ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ കൗതുകം. ഓരോരുത്തരുടെയും കൗതുകം വ്യത്യസ്തമാണ്, ഓരോ തരത്തിലാണ്. അപ്പം ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവരുടെ കൗതുകങ്ങൾ എന്താണ് എന്ന് ആ ചെറിയ മോക്ക് അറിയില്ല. അപ്പോൾ അമ്മ ഒരു കുട്ടിയായി അവനെ ഇങ്ങനെ കൊണ്ടു നടക്കുക, അവരുടെ സ്കൂളിൽ, അവരുടെ അത്ഭുതങ്ങളിലേക്ക്, അവരുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ. നമുക്കിന്ന് നഷ്ടമായി പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് സമയമില്ലാതിരിക്കണം. നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ കുട്ടികൾക്ക് ഒരു കഥ വായിച്ചു കൊടുക്കാറില്ല. ഇപ്പം അണുകുടുംബമായതുകൊണ്ട് തന്നെ അമ്മുമ്മ അപ്പൂപ്പനെ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അവര് ടി-വിയുടെ മുട്ടിലായിരിക്കും. അവരിതിനൊന്നും വലിയ താല്പര്യം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ അപൂർവം ചിലർ മാത്രമാണ് അത്തരം താല്പര്യങ്ങൾ കാണിക്കുന്നത്. ഇവിടെ ഒരു അമ്മക്കുട്ടി കുട്ടിയെയും കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അമ്മക്കുട്ടിയായതാണ്. അമ്മക്കുട്ടി ഇങ്ങനെ കൊണ്ടു നടന്ന് എല്ലാ സ്ഥലവും കാണിച്ചു കൊടുക്കുന്നു, ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴൊരു എഴുതുക എന്ന് പറയുന്ന, ബാലസാഹിത്യം എഴുതുക എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ വലിയ വെല്ലുവിളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരലില്ല, ഒലക്കയില്ല, അമ്മിക്കല്ലില്ല, ആട്ടുകല്ലില്ല, അരകല്ലില്ല, അമ്മിക്കുഴവിയില്ല, ഒന്നുമില്ല. എല്ലാത്തിനും പകരം നമ്മൾ ഉപയോഗിക്കുന്ന 2 വാക്കുകൾ മിക്സിയും ഗ്രൈൻഡറുമാണ്. അപ്പോൾ എങ്ങനെ എഴുതും ബീന ഒരു ബാലസാഹിത്യ കൃതി? എനിക്കറിയില്ല, സത്യത്തിൽ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഉരലെന്ന് പറയുമ്പോൾ അതിനൊരു വിശദീകരണം കൊടുക്കണോ? വേണ്ടേ? ഞങ്ങൾ ബി.എഡിനൊക്കെ പഠിക്കുമ്പോൾ പറയുമായിരുന്നു, കുട്ടികളുടെ അടുത്ത് കഥ പറയുമ്പോൾ നിങ്ങൾ പളുങ്ക് എന്ന് പറയുന്നതിനൊന്നും വിശദീകരിക്കാനൊന്നും പോണ്ട, കടലിൻ്റെ അടിയിൽ അതിമനോഹരമായൊരു പളുങ്ക് കൊട്ടാരം എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, കുട്ടികൾക്ക് ഭാവനയിൽ നിന്ന് ആ പളുങ്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ബി.എഡിൻ്റെ ഒരു തിയറി. ഇവിടെ ബി.എഡ് പഠിച്ചവരുണ്ടെങ്കിൽ അവർക്കറിയാം, ഒരു തിയറിയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങളത് വിശദീകരിക്കേണ്ടതെന്നാണ്. അങ്ങനെ വിശദീകരിക്കാതിരുന്നാൽ കുട്ടികൾക്ക് മനസ്സിലാവുമോ? ആര് പറഞ്ഞു കൊടുക്കും അവർക്കിത്? അവിടെയാണ് അമ്മക്കുട്ടി എന്ന് പറയുന്ന ആ കുട്ടിയുടെ, അമ്മക്കുട്ടിയായതിൻ്റെ കഥ വരുന്നത്. അപ്പോൾ കുട്ടികൾ അറിയണം, ഇങ്ങനൊരു ലോകമുണ്ടായിരുന്നു, ഇങ്ങനൊരു കഥയുണ്ടായിരുന്നു, ഇങ്ങനൊരു ജീവിതം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയായിരിക്കണം ബീന അത് എഴുതിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ബീനയുടെ ശരിക്കും എനിക്ക് ബീനയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് റോസും കൂട്ടുകാരുമാണ്. നിങ്ങൾ വിചാരിക്കും, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരും വായിച്ചിട്ടുണ്ടായിരിക്കും, എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ചെറിയ ഒരു കഥ ഒരു മുതിർന്ന ആളിന് ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നിപ്പോകും. നമ്മുടെ ഒരു കൗതുകമാണ്. കൗതുകം എന്ന് പറഞ്ഞാൽ രണ്ട് മൃഗങ്ങളോടൊപ്പം കുട്ടിക്കാലം ചെലവഴിച്ച ഒരു കുട്ടിയുടെ കഥ. മൃഗങ്ങളോടൊപ്പം കുട്ടിക്കാലം ചെലവഴിച്ച ഒരു കുട്ടിയുടെ കഥയാണ്. അവളും അമ്മുമ്മയും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്, അസാധ്യമായ ബോണ്ടിങ് ആണ്. ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെറുപറയെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കരമായൊരു ബോണ്ടിങ് ആണ്. അത് ശരിക്കും എനിക്ക് ആ മൃഗങ്ങളുമായിട്ടുള്ള അടുപ്പത്തിനേക്കാളും എനിക്കതിൽ ഇഷ്ടം വരുന്നതൊക്കെ ആ അമ്മുമ്മയും കുട്ടിയുമായിട്ടുള്ള ഒരു അടുപ്പമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ടുള്ളത്, അത് വായിക്കുമ്പോഴൊക്കെ. പിന്നെ ബീന ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ നമ്മുടെ പെരുമ്പടവം ശ്രീധരൻ മാഷിൻ്റെ ജീവചരിത്രം കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എന്ത് പ്രിവിലേജ് അനുഭവിക്കുന്ന മനുഷ്യരാണ്, എന്ത് സൗകര്യങ്ങളാണ് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സ്ഥലമുണ്ട്, നമുക്ക് നല്ല വസ്ത്രമുണ്ട്, നമുക്ക് AC മുറികളിലിരിക്കാം, നമ്മുടെ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും നമ്മൾ വരുത്തുന്നില്ല. ശ്രീധരൻ അങ്ങനെ ആയിരുന്നില്ല. തീർച്ചയായിട്ടും ഇവിടെ ഓരോ കുട്ടിയും, എനിക്ക് തോന്നുന്നു ആ പുസ്തകം ഇവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള കുട്ടികൾ വായിക്കണം. അവരിപ്പോൾ അനുഭവിക്കുന്ന ജീവിതവും ഒരു എഴുത്തുകാരനാവാൻ വേണ്ടി എടുത്ത ഒരു അധ്വാനം മാത്രമല്ല, കഷ്ടതകൾ, ദുരിതങ്ങൾ, കടന്നു വന്ന കഷ്ടപ്പാടുകൾ. അപ്പോഴും മാത്രമാണ് നമ്മൾ നമ്മുടെ പ്രിവിലേജിനെ കുറിച്ച് തിരിച്ചറിയുക. ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അടുത്തിടയ്ക്ക് ഞാൻ നമ്മുടെ ഡോക്ടർ ബിജുവിൻ്റെ ഒരു സിനിമ ഉണ്ട്, അത് വെയിൽ മരങ്ങൾ എന്നാണെന്ന് തോന്നുന്നു ആ സിനിമയുടെ പേര്. അപ്പോൾ
ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര പ്രിവിലേജ്ഡ് ആണെന്ന് ഞാൻ പലതവണ ആലോചിച്ചു. അത് കൂടാതെയാണ് ഈ പുസ്തകം ഞാൻ അതിന് ശേഷമാണ് വായിച്ചത്. അപ്പം എനിക്ക് തോന്നി ആ സിനിമ കാണേണ്ട കാര്യമില്ല. നമ്മുടെ ഇടയിൽ തന്നെ എനിക്ക് പെരുമ്പടവസാറിൻ്റെ അടുത്തുള്ളത് ഒരു സ്നേഹമാണ്. ആദരവെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര സ്നേഹമാണ് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം അനുഭവിച്ച് ഇത്രയും വലിയ യാതനകളിലൂടെ അദ്ദേഹം കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വന്നു. നമ്മളൊക്കെ എന്ത് അഹങ്കാരികളാണ്, ധിക്കാരികളാണ് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇത് മാത്രമല്ല, ഞാനിപ്പോൾ എല്ലാം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല, ഇതൊക്കെ സർഗാത്മക രചനകളാണ്. ഇതുപോലെ തന്നെ കുട്ടികൾക്കെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പത്രപ്രവർത്തനവും അതുപോലെ ബാക്കി കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ധാരാളം പുസ്തകങ്ങൾ, റിപ്പോർട്ടർ എന്ന് പറയുന്ന പുസ്തകം, റേഡിയോ എന്ന് പറയുന്ന പുസ്തകം, മാധ്യമങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറയുന്ന പുസ്തകം, ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടി എഴുതിയതാണ് മീന. കുട്ടികൾക്കൊന്നും പറയാൻ പറ്റില്ല, അത് മുതിർന്നവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുള്ള വൈജ്ഞാനിക ശാഖയിൽപ്പെടുന്ന കുറച്ച് ബാലസാഹിത്യ കൃതികളാണ്. ബീന ഒരുപാട് വായിക്കപ്പെടേണ്ടുന്ന ആളാണ്, ഇനിയും വായിക്കാൻ ധാരാളമുള്ള ആളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ബീന ശരിക്കും പറഞ്ഞാൽ ബീനയെ നമ്മൾ എത്രത്തോളമാണ്, ബീനയുടെ ഒരു സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ബീനയുടെ ഒരു ഇടപെടൽ കൊണ്ടോ ആണോ ബീനെ ഇത്രയേറെ നമ്മൾ അധികം വായിക്കപ്പെടാതെ പോയത് എന്നെനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ബീന എന്ന് പറയുന്നത് ഇനി ധാരാളം വായിക്കപ്പെടേണ്ടുന്ന ഒരാളാണ്, ധാരാളം എഴുതേണ്ടുന്ന ഒരാൾ. ഇത്രയും സൗഹൃദം സൂക്ഷിക്കുന്ന സ്നേഹസമ്പന്നയായ എൻ്റെ ചേച്ചിയാണ്. പക്ഷേ ചേച്ചിന്ന് ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല, ബീന എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഒരു ഊണോട് കൂടിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അതോടുകൂടി ബീനയുടെ ചായ തന്നത് അവസാനിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബീന ഇനി ധാരാളം എഴുതട്ടെ, ഒരുപാട് നന്മയുണ്ടാവട്ടെ, ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവട്ടെ. ബീന പറഞ്ഞ പോലെ സൗഹൃദത്തെ ബീന ഒഴിവാക്കി കളയുകയൊന്നും ചെയ്യരുത്. ഞാൻ കാണുന്ന ഒരൊറ്റ എഴുത്തുകാർ പോലും മര്യാദയ്ക്ക് സംസാരിക്കുകയോ പെരുമാറുകയോ അല്ല. ശരിക്കും വിരലിലെണ്ണാവുന്നവർ മാത്രം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അല്ലാതെ എഴുത്തുകാരൊക്കെ മഹാധിക്കാരികളും അഹങ്കാരികളുമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഇത് പറയുമ്പോൾ കുറച്ച് മോശമായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ അവര് കുറച്ച് ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ഞാൻ 2 വാക്ക് എഴുതി കഴിഞ്ഞാൽ, എന്നെ കുറച്ച് അറിയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആരുടെയും മുഖത്ത് നോക്കണ്ടെന്നും സംസാരിക്കേണ്ടെന്നും വിചാരിക്കുന്ന ഒരു വലിയ ലോകം ഇവിടെ ഉണ്ട്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തയാണ് ബീന. അതാണ് ബീനയെ വ്യത്യസ്തമാക്കുന്നത്. അതുപോലെ ബീനയുടെ ഭാഷ, നേരത്തെ പറഞ്ഞു, ഞാൻ ശബ്ദധാരാവലിയും പിന്നെ ഇംഗ്ലീഷ് ആപ്തേ നിഘണ്ടുവും ഒക്കെ, സംസ്കൃത നിഘണ്ടു എല്ലാം എടുത്തു വെച്ചിട്ടാണ് ശരിക്കും ചിലരുടെയൊക്കെ ലേഖനങ്ങൾ വായിക്കുന്നത്. സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലാവാറില്ല, എന്നിട്ട് പോലും എനിക്ക് മനസ്സിലാവാറില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ ലോകത്ത് ഇത്രയും മനോഹരമായ ഭാഷയിൽ, ഹൃദയത്തിൽ തൊടുന്ന ഭാഷയിൽ ഒരാൾ എഴുതുക എന്ന് പറഞ്ഞാൽ, ആ എഴുത്ത് മാത്രമാണ് ഇവിടെ എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. സ്നേഹം നിലനിൽക്കുന്നത് പോലെ, ആത്മാർത്ഥത നിലനിൽക്കുന്നത് പോലെ, സത്യസന്ധത നിലനിൽക്കുന്നത് പോലെ ഇവിടെ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒന്നേ ഒന്ന് ഇത്രയും ഹൃദയത്തിൽ തൊടുന്ന ഭാഷയാണ്. ബീന അത് സൂക്ഷിക്കണം, സൗഹൃദവും സൂക്ഷിക്കണം. ബീനയ്ക്ക് എല്ലാ ആശംസകളും സ്നേഹവും.